നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒ ഹെൻറിയുടെ ദി ലാസ്റ്റ് ലീഫ് എന്ന ഷോർട്ട് സ്റ്റോറിയാണ്. ദി ലാസ്റ്റ് ലീഫ് എന്ന സ്റ്റോറിയുടെ ഓഥറിനെ കുറിച്ചുമാണ് അദ്ദേഹത്തിന്റെ ഓഥറിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ആണ് ഇതിൽ പറയുന്നത്. ഒ ഹെൻറി, അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം വില്യം സിഡ്നി പോട്ടർ എന്നാണ്. അദ്ദേഹം ഒരു അമേരിക്കൻ ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. അദ്ദേഹത്തിന്റെ വിറ്റും അപ്രതീക്ഷിതമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കഥയിലെ അവസാനങ്ങളുമാണ് അദ്ദേഹത്തെ പ്രശസ്തനാക്കുന്നത്. ലാസ്റ്റ് ലീഫ് എന്ന അദ്ദേഹത്തിന്റെ ഈ രചന 1907 രചിക്കപ്പെടുന്നത്. ട്രിംഡ് ലാമ്പ് എന്ന രചനാസമാഹാരത്തിൽ ആണ് ഇത് ഉള്ളത്. ഇവിടെ സമ്മറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മെയിൻ കഥാപാത്രമായി വരുന്നത് സ്യൂയും ജോൺസിയുമാണ്. അവർ രണ്ട് കലാകാരികളായിട്ടുള്ള രണ്ട് ചെറിയ പെൺകുട്ടികളാണ്. അവർ ഒരുമിച്ചാണ് ജീവിക്കുന്നത്. പക്ഷേ ഒരിക്കൽ ജോൺസിക്ക് ന്യൂമോണിയ വരികയും രക്ഷപ്പെടാൻ തീർത്തും സാഹചര്യമില്ലാത്ത ഒരവസ്ഥയിൽ ജോൺസി ചെന്നെത്തുന്നു. അങ്ങനെ ജോൺസി താൻ ഈ ലോകത്തു നിന്നും മരണപ്പെട്ടു പോകുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ തൻ്റെ മരണത്തിൻ്റെ സമയങ്ങൾ പുറത്തു കാണുന്ന ജനലിലൂടെ കാണുന്ന ഒരു മരത്തിലെ ഇല പൊഴിയുന്നത് വരെ, അതിൻ്റെ മുഴുവൻ ഇലയും പൊഴിയുന്നത് വരെ മാത്രമേയുള്ളൂ എന്ന് അവർ വിശ്വസിക്കുന്നു. ജോൺസി അങ്ങനെ വിശ്വസിക്കുന്നു. പക്ഷേ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായിട്ടുള്ള സു ബെഹ്ർമാൻ, ഒരു പഴയ ആർട്ടിസ്റ്റാണ് അദ്ദേഹത്തിനോട് സഹായത്തിനായി അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹം ഒരു ഒറ്റ ലീഫുള്ള ഒരു മരത്തിന് ചിത്രം വരച്ചുകൊണ്ട് അവർ കാണുന്ന ആ ജനലിൻ്റെ ഭാഗത്ത് വെക്കുകയും അതിനോടുള്ള പ്രതീക്ഷ മൂലം ജോൺസി റിക്കവർ ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ജോൺസി ഇത് ബെഹ്ർമാൻ വരച്ചിട്ടുള്ള ഒരു ചിത്രമാണെന്ന് അറിയുന്നില്ല. അതിൻ്റെ കഥ നടക്കുന്നത് ഗ്രീൻവിച്ച് വില്ലേജ്, ന്യൂയോർക്കിലെ ഗ്രീൻവിച്ച് വില്ലേജിലാണ്. കഥയുടെ സമയമുള്ളത് വിൻ്റർ സീസൺ, ഓട്ടം അതുപോലെ തന്നെ വിൻ്റർ സീസണിലുമാണ്. പ്രതീക്ഷയില്ലാത്ത ഒരു സമയത്ത്, തീർത്തും പ്രതീക്ഷയില്ലാത്ത ഒരു സമയത്ത് നിന്ന് പ്രതീക്ഷയുള്ള ഒരു സമയത്തിലേക്ക്, അപ്രതീക്ഷിതത്വത്തിൽ നിന്ന് പ്രതീക്ഷയുള്ള ഒരു സമയത്തിലേക്ക് എത്തുന്ന ഒരു ട്രാൻസിഷനാണ് ഇവിടെ കാണുന്നത്. ക്യാരക്ടേഴ്സായിട്ട് വരുന്നത് ജോൺസി, ഒരു യങ് ആയിട്ടുള്ള തൻ്റെ മനോവ്യതകളെ അല്ലെങ്കിൽ അവരുടെ അവസ്ഥകളെ തീർത്തും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു കാലിഫോർണിയയിൽ നിന്നുള്ള ഒരു റൊമാൻറ്റിക് ആർട്ടിസ്റ്റാണ്. സു എന്നാൽ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള തൻ്റെ സുഹൃത്തിനെ നന്നായി പരിഗണിക്കുന്ന ഒരു സുഹൃത്താണ്, ഒരു റൂംമേറ്റുമാണ്. ബെഹ്ർമാൻ ആവട്ടെ ആർക്കും ഉപകാരം ചെയ്യാത്ത ആളായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ജോൺസിയുടെ അല്ലെങ്കിൽ മറ്റൊരാളുടെ നന്മയ്ക്ക് വേണ്ടി, ജീവിതത്തിന് വേണ്ടി ചിത്രം വരച്ചുകൊണ്ട് അദ്ദേഹം സമർപ്പിക്കുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മാസ്റ്റർ പീസായി പിന്നീട് പോർട്രേ ചെയ്യപ്പെടുന്നു. ഇവിടുത്തെ തീമുകൾ എന്തൊക്കെയാണ്? ആത്മവിശ്വാസവും അതേപോലെ തന്നെ പ്രതീക്ഷയും നിരാശയുമാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള തീമുകളായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ആർട്ടും സാക്രിഫൈസും, ഒരു കലയ്ക്ക് വേണ്ടി സ്വയം സാക്രിഫൈസ് ചെയ്യുന്ന ബെഹ്ർമാനെ ഇവിടെ നമുക്ക് കാണാം. അതേപോലെ തന്നെ സുഹൃത്ത് ബന്ധത്തിലെ കമ്പാഷനും അതുപോലെ മെൻ്റൽ റെസിലിയൻസ്, ഒരു വ്യക്തിയുടെ ആന്തരികമായിട്ടുള്ള ഊർജമാണ്, ശക്തിയാണ് അവരുടെ യഥാർത്ഥ റിക്കവറിക്ക് കാരണമാകുന്നത്. ഇവിടെ ആ ഇലയിൽ നിന്നുള്ള ഊർജം, ആ ഇല കൊഴിഞ്ഞു പോവാത്ത ആ ഇലയെ നോക്കി അതിൽ നിന്നുള്ള ഒരു പ്രതീക്ഷയും ഊർജവും ശക്തിയും ഉൾക്കൊണ്ടിട്ടാണ് ജോൺസി റിക്കവർ ചെയ്യുന്നത്. എന്തിൻ്റെ സിമ്പലാണിത്? അവസാനം കാണുന്ന ഐവേ ലീഫ് ജോൺസിയുടെ ജീവിക്കാനുള്ള ആഗ്രഹത്തെ അല്ലെങ്കിൽ അതിൻ്റെ വില്ലിനെ കുറിച്ച് കാണിക്കുന്നു. എന്നാൽ ഫോളിംഗ് ലീവ്സോ നിരാശയെ സൂചിപ്പിക്കുന്നതാണ്. ഫോളിംഗ് ലീവ്സ് ബെഹ്ർമാൻ്റെ മാസ്റ്റർ പീസ് ഒരു സ്നേഹത്തിൻ്റെ സിമ്പലാണ്.
അതുപോലെ തന്നെ സാക്രിഫൈസിൻ്റെയും അതുപോലെ തന്നെ പ്രതീക്ഷയുടെയും സിമ്പിളായി മാറുന്നു. ഇതിൻ്റെ സ്റ്റൈൽ എങ്ങനെയാണ്? ഇതൊരു തേർഡ് പേഴ്സൺ ഒമിനിസിയൻറ്റ് സ്റ്റൈലാണ്. നറേറ്റീവ് വോയിസ് തേർഡ് പേഴ്സൺ ഒമിനിസിയൻ്റ് ആണ്. ടോണോ മെലാൻകോളിക് ആൻഡ് ഹോപ്പ്ഫുൾ. വളരെ സിമ്പിളും വ്യക്തവും ഇമോഷണലുമായിട്ടുള്ള ഭാഷയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലെ ഐറണി ആവട്ടെ, ബെർമാൻ്റെ അൺറെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹീറോയിസം നമുക്കിവിടെ കാണാൻ സാധിക്കും. ആർക്കും ഒന്നും ഉപകാരം ചെയ്യപ്പെടില്ലാത്ത, തൻ്റെ ആർട്ടിൽ കൃത്യമായിട്ടൊരു സംഭാവനയും നൽകാൻ കഴിയാത്ത ബെർമാൻ പിന്നീട് ജോൺസിക്ക് വേണ്ടി തൻ്റെ മാസ്റ്റർ പീസ് വരയ്ക്കുകയും അതിലൂടെ ജോൺസി റിക്കവർ ചെയ്യുകയും എന്നാൽ ബെർമാൻ തൻ്റെ ജീവിതം തന്നെ സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഒരു ഹീറോ ആയി അവസാനം പോർട്രേ ചെയ്യപ്പെടുന്നു. സ്ട്രക്ചർ നോക്കാം. ഇത് വളരെ നേരെ പോയി അവസാനം ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എൻഡിങ്ങിലേക്ക് ചെന്നെത്തുന്ന ഒരു കഥയാണ്, ഷോർട്ട് സ്റ്റോറിയാണ്. ടെൻഷൻ ബിൽഡ്സ് വിത്ത് ജോൺസീസ് ഇൽനെസ് ആൻഡ് ഫോളിംഗ് ലീവ്സ്. ജോൺസി രോഗിയാവുന്നത് മുതൽ IV ഇലകൾ പൊഴിയുന്നത് ഒരു കഥാസന്ദർഭത്തെ വളരെ ടെൻസ്ഡ് ആക്കുന്നു. എന്നാൽ ക്ലൈമാക്സായി അവസാനം ഒരു ഇല മാത്രം ശേഷിക്കുന്നു. നമുക്കറിയാം അത് മാസ്റ്റർ പീസ്. ആരുടെ? അത് ബെർമാൻ്റെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള ആർട്ടാണ്. ഇവിടെ നമുക്ക് ക്രിറ്റിക്കൽ അനാലിസിസ് നടത്തുമ്പോൾ ബിലീഫ് ഇൻഫ്ലുവൻസസ് ഹെൽത്ത്. ഒരാളുടെ വിശ്വാസമാണ് അവരുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അതിൻ്റെ മോറൽ ടോൺ എന്താണ്? ഇതിലെ ബെർമാൻ്റെ സ്വയം വില കൽപ്പിക്കാതെ അല്ലെങ്കിൽ സ്വയം മാത്രം പരിഗണിക്കാതെ മറ്റുള്ളവരെ കൂടി പരിഗണിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് സ്യൂവിൻ്റെയും അതുപോലെ തന്നെ ബെർമാൻ്റെയും. ജെൻഡർ റോൾസ് എങ്ങനെയാണ് ഇതിൽ അവതരിപ്പിക്കപ്പെടുന്നത്? സ്ട്രോങ് ഫീമെയിൽ ക്യാരക്ടേഴ്സ്. ഇതിലെ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ജോൺസിയും അതുപോലെ തന്നെ സൂയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാരക്ടേഴ്സാണ്. റിയലിസം വേഴ്സസ് ഐഡിയലിസം. ലൈഫ്സ് ഹാർഡ്നെസ് വേഴ്സസ് ഹ്യൂമൻ വാംത്ത്.